ലഞ്ചിന് നല്ലൊരു റൈസ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസും എടുക്കാം. അതൊരു ബൗളിലേക്ക് ഇടാം. അതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം വെള്ളമൊഴിച്ച് ഒരു 15 മിനിറ്റ് നേരം കുതിരാൻ വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു സബോളയുടെ പകുതി, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി ഇതൊക്കെ കൂടിയിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1/2 സ്പൂൺ നമ്മുടെ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി സബോള അരിഞ്ഞതും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലപോലെ വഴന്ന് വന്ന ശേഷം ബ്രൗൺ കളർ ആവണം. അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, കുറച്ച് കോവയ്ക്ക, അതേപോലെ ഫ്രോസൺ ഗ്രീൻ ബീൻസ് എന്നിവയാണ് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഉരുളക്കിഴങ്ങോ കോളിഫ്ലവറോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. അതായത് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. 1 കപ്പ് റൈസിന് 1/2 കപ്പ് വെള്ളം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ആണ് നമ്മളിത് വേവിച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ച് സിമ്പിളായിട്ട് റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.